Good morning. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് മൊഡ്യൂൾ 3യിലെ ടോപ്പിക്കായ കപ്പിൾ ഓഫ് ഫോഴ്സസ് ഇൻ സ്പേസ് ആണ്. ഓൾറെഡി 2-dimensional couple of forces നമ്മൾ മൊഡ്യൂൾ 1ൽ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് couple of forces in space ആണ്. So first couple of forceന്റെ definition ആണ് two parallel forces equal in magnitude and opposite in direction constitute a couple. രണ്ട് പാരലൽ ആയിട്ടുള്ള ഫോഴ്സസ്, ഈ രണ്ട് ഫോഴ്സിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള രണ്ട് ഫോഴ്സസ് ചേരുമ്പോഴാണ് ഒരു കപ്പിൾ ഫോം ചെയ്യുന്നത്. ഓക്കെ, പാരലൽ ഫോഴ്സസ് എന്ന് പറയുന്നത് ഫോഴ്സസ് ഹൂസ് ലൈൻ ഓഫ് ആക്ഷൻ ആർ പാരലൽ ടു ഈച്ച് അതർ. ദെൻ ഒരു കപ്പിളിന്റെ കേസിൽ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആയത് കാരണം സം ഓഫ് ഫോഴ്സസ് വിൽ ബി ഈക്വൽ ടു 0. നമ്മൾ മൊഡ്യൂൾ 1ൽ പ്രോപ്പർട്ടീസ് ഓഫ് കപ്പിൾ ഡിസ്കസ് ചെയ്തപ്പോൾ പഠിച്ച പോയിന്റ് ആണ്. സിൻസ് two equal and opposite forces constitute a couple, sum of forces will be equal to 0. That is sigma F is equal to 0. Then third point, moment of a couple is equal to magnitude of force into arm of couple. That is moment of couple is equal to F into D, where F is the magnitude of force and D is the arm of couple, that is distance between two forces. Okay, അപ്പോൾ ഇത്രയാണ് കപ്പിളിന്റെ ഡെഫിനിഷൻ ആൻഡ് പ്രോപ്പർട്ടീസ്. ഓൾറെഡി നമ്മൾ മൊഡ്യൂൾ 1ൽ പഠിച്ചതാണ്, സെയിം തന്നെയാണ് ഇവിടെ. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് സ്പേസിൽ ഒരു കപ്പിളിന്റെ മൊമെന്റ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നു എന്നാണ്. സ്പേസിൽ ഒരു കപ്പിൾ തന്നിട്ടുണ്ടെങ്കിൽ ആ കപ്പിൾ ഓഫ് ഫോഴ്സിന്റെ മൊമെന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നാണ് പറയാനായിട്ട് പോകുന്നത്. സോ കൺസിഡർ എ കപ്പിൾ ഓഫ് ഫോഴ്സസ് ഹൂസ് മാഗ്നിറ്റ്യൂഡ് എഫ് ഇൻ സ്പേസ്. ഈ ഫിഗർ ശ്രദ്ധിക്കുക, ഞാൻ സ്പേസിലെ ഒരു കപ്പിൾ ഓഫ് ഫോഴ്സ് ആണ് തന്നിരിക്കുന്നത്. ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എഫ് ആണ്. സോ ഫസ്റ്റ് എഫ് കൺസിഡർ ചെയ്യുക ആക്ടിങ് അറ്റ് പോയിന്റ് എ, ആൻഡ് ഈ ഫോഴ്സ് എഫിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ബി ആണ്. എയുടെ ഒറിജിനുമായിട്ടുള്ള പൊസിഷൻ വെക്ടർ ആണ് ആർ എ, ബിയുടെ ഒറിജിനുമായിട്ടുള്ള പൊസിഷൻ വെക്ടർ ആണ് ആർ ബി. ഓക്കെ, രണ്ട് ഫോഴ്സിനും ഇടയിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഡി, ദാറ്റ് ഈസ് ആം ഓഫ് കപ്പിൾ. ഇഫ് എയും ഒയും ആയിട്ടുള്ള പൊസിഷൻ വെക്ടർ ആർ എ, ബി ഒ ആയിട്ടുള്ള പൊസിഷൻ വെക്ടർ ആർ ബി ആണെങ്കിൽ എന്തായിരിക്കും എ ബി? എ ബി is given by vector r. Okay, that is vector r is equal to ra minus rb. rb-യും r-ഉം ഒരേ ഡയറക്ഷനിലാണ്, ra ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ vector rb plus vector r is equal to vector ra. Hence vector r is equal to vector ra minus vector rb. Okay, rb-യും r-ഉം ഒരേ ഡയറക്ഷനിലാണ്, ra ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ വെക്ടർ rb plus vector r എന്ന് പറയുന്നത് will be equal to ra. Hence vector r is equal to ra minus rb. ഈ കേസിൽ ഓൾറെഡി നമ്മൾ നോക്കിക്കഴിഞ്ഞു, മൊമെന്റ് ഓഫ് കപ്പിൾ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ആം ഓഫ് കപ്പിൾ ആണ്, ദാറ്റ് ഇസ് എഫ് ഇൻറ്റു ഡി. ഇനി മൊമെന്റ് ഓഫ് ഫോഴ്സ് എഫ് അറ്റ് എ എബൌട്ട് ഒ എന്തായിരിക്കും? മൊമെന്റ് ഓഫ് ഫോഴ്സ് എഫ് ആക്ടിങ് അറ്റ് എ എബൌട്ട് ഒ വിൽ ബി ഈക്വൽ ടു, ഓൾറെഡി നമുക്ക് മൊമെന്റ് ഓഫ് ഫോഴ്സ് അറിയാം, വെക്ടർ ആർ ക്രോസ് എഫ്. അങ്ങനെയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് എഫ് അറ്റ് എ എബൌട്ട് ഒ വിൽ ബി ഈക്വൽ ടു വെക്ടർ ആർ എ ക്രോസ് വെക്ടർ എഫ്. Similarly, moment of force F at B about O will be equal to vector RB cross vector F. Okay. Force system in space moment calculate ചെയ്തു. Cross product ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. So moment of force F acting at A about O is equal to vector R cross F.
vector r a cross f, moment of force F at B about O is equal to vector RB cross vector F. ഇനി നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് sum of moments about O. Oക്ക് about ആയിട്ടുള്ള momentsന്റെ sum എന്തായിരിക്കും? Moment of force F at A about O plus moment of force F at A about O. So MO is equal to vector RA cross F minus വെക്ടർ ആർ ബി ക്രോസ് എഫ്. ആ മൈനസ് വരാൻ കാരണം രണ്ട് ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. എയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ആണ് ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. സോ അതുകൊണ്ടാണ് മൈനസ് സൈൻ വന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു എഫ് കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് പുറത്തെടുക്കാം. ആർ എ മൈനസ് ആർ ബി ക്രോസ് എഫ് എന്ന് വരും. ആർ എ മൈനസ് ആർ ബി ഓൾറെഡി വെക്ടർ ആർ ആണെന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. So M is equal to R cross F. Okay. So സ്പേസിലെ ഒരു കപ്പിളിന്റെ മൊമെന്റ് എന്ന് പറയുന്നത് will be equal to R cross F. Okay. അപ്പോൾ ഓൾറെഡി മൊമെന്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് മൊമെന്റ് ഓഫ് കപ്പിൾ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ആം ഓഫ് കപ്പിൾ ആണ്. ഓൾസോ മൊമെന്റ് ഓഫ് കപ്പിൾ ഇൻ സ്പേസ് is equal to R cross F എന്ന് നമുക്ക് കിട്ടി. ഓക്കെ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്താണ് നമ്മൾ കപ്പിൾ ഓഫ് ഫോഴ്സ് ഇൻ സ്പേസിലെ പ്രോബ്ലംസ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലത്തിലോട്ട് പോവാം. Two forces F1 is equal to 50I plus 80J plus 100K and F2 is equal to minus 50I minus 80J minus 100K acts at point A and B respectively. Calculate the moment of forces and perpendicular distance between the forces. അപ്പോൾ ക്വസ്റ്റ്യനിൽ രണ്ട് ഫോഴ്സസ് തന്നിട്ടുണ്ട്, F1 ആൻഡ് F2. ഈ രണ്ട് ഫോഴ്സും ആക്ട് ചെയ്യുന്ന പോയിന്റ് എ ആൻഡ് ബി ആണ്. എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ഈ രണ്ട് ഫോഴ്സിന്റെയും മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക ആൻഡ് ഓൾസോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദോസ് ടു ഫോഴ്സസ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് F1 ആൻഡ് F2 തന്നിട്ടുണ്ട്. രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് അല്ലേ? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ഫോംസ് എ കപ്പിൾ ആണല്ലോ. അപ്പോൾ ഈ തന്നിരിക്കുന്നത് കപ്പിളിന്റെ പ്രോബ്ലം ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കപ്പിളിന്റെ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക ആൻഡ് ഓൾസോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഫോഴ്സസ്, ദാറ്റ് ഇസ് ആം ഓഫ് കപ്പിൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ. നമുക്ക് സൊല്യൂഷനിലോട്ട് കിടക്കാം. തന്നിരിക്കുന്ന ഡേറ്റാസ് എടുത്തെഴുതുക. F1 തന്നിട്ടുണ്ട്, എടുത്തെഴുതുക. F2 തന്നിട്ടുണ്ട്, എടുത്തെഴുതുക. ആൻഡ് കോർഡിനേറ്റ്സ് എ തന്നിട്ടുണ്ട്, കോർഡിനേറ്റ്സ് ബി തന്നിട്ടുണ്ട്. മൊമെന്റ് ഓഫ് കപ്പിൾ എങ്ങനെയായിരുന്നു? സ്പേസിലെ കപ്പിളിന്റെ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആർ ക്രോസ് എഫ് ആണ്. സോ ഫസ്റ്റ് വെക്ടർ ആർ കാൽക്കുലേറ്റ് ചെയ്യുക. വെക്ടർ ആർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആർ എ മൈനസ് ആർ ബി ആണ്. ദാറ്റ് ഈസ് എക്സ് എ മൈനസ് എക്സ് ബി ഇൻറ്റു ഐ പ്ലസ് വൈ എ മൈനസ് വൈ ബി ഇൻറ്റു ജെ പ്ലസ് ഇസഡ് എ മൈനസ് ഇസഡ് ബി ഇൻറ്റു കെ. ഓൾറെഡി കോർഡിനേറ്റ്സ് എല്ലാം തന്നിട്ടുണ്ട്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വെക്ടർ ആർ കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് വെക്ടർ ആർ മൈനസ് 0.3 ഐ പ്ലസ് 0.6 ജെ പ്ലസ് 2k എന്ന് വരും. ഇനി ഫോഴ്സ് വെക്ടർ ആയിട്ട് ഏതെങ്കിലും ഒരു ഫോഴ്സ് എടുക്കുക. കാരണം രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. സോ ഏതെങ്കിലും ഒരു ഫോഴ്സ് എടുക്കുക. സോ മൊമെന്റ് ഓഫ് കപ്പിൾ വെക്ടർ എം എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. ദാറ്റ് ഇസ് മൈനസ് 0.3i പ്ലസ് 0.6j പ്ലസ് 2k ക്രോസ് 50i പ്ലസ് 80j പ്ലസ് 100k. ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. ഫൈനലി നമുക്ക് വെക്ടർ എം എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് മൊമെന്റ് ഓഫ് കപ്പിൾ എന്ന് പറയുന്നത് മൈനസ് 100i പ്ലസ് 130j മൈനസ് 54k എന്ന് വരും. ഓക്കെ. അപ്പൊ നമുക്ക് മൊമെന്റിന്റെ വെക്ടേഴ്സിൽ വാല്യൂ കിട്ടി. ഇനി എന്ത് ചെയ്യുക? മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് മൊമെന്റ് എന്താണ്? റൂട്ട് ഓഫ് 100 സ്ക്വയർ പ്ലസ് 130 സ്ക്വയർ പ്ലസ് 54 സ്ക്വയർ. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. സിമിലർലി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 50 സ്ക്വയർ പ്ലസ് 80 സ്ക്വയർ പ്ലസ് 100 സ്ക്വയർ. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം ഫോഴ്സിന്റെ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്തു ഇൻ വെക്ടേഴ്സ്. നമുക്ക് വേണ്ടത് മാഗ്നിറ്റ്യൂഡ് ഓഫ് മൊമെന്റ് ആണ്. വെക്ടറിൽ കിട്ടിയ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാലോ. സോ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത്
ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഫോഴ്സസ് ആണ്, ദാറ്റ് ഇസ് സ്മോൾ ഡി ആണ് നമുക്ക് വേണ്ടത്. നമുക്കറിയാം മൊമെന്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ആം ഓഫ് കപ്പിൾ ആണ്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് മൊമെന്റ് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ആം ഓഫ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കറിയാം മൊമെന്റ് ഓഫ് കപ്പിൾ എന്ന് പറയുന്നത് എഫ് ഇൻറ്റു ഡി ആണ്. മൊമെന്റ് ഓഫ് കപ്പിൾ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഡി ഈസ് ഈക്വൽ ടു moment of couple divided by magnitude of force. So നമുക്ക് D എന്ന് പറയുന്നത് 1.26 meter എന്ന് കിട്ടും. That is perpendicular distance between the forces will be equal to 1.26 meter. Okay. അപ്പോൾ ഇങ്ങനെയാണ് couple of force in space ലെ problem solve ചെയ്യുന്നത്. Okay. Thank you.